ഗൈസ്, അങ്ങനെ സിബിൻ ചേട്ടൻ ബിഗ് ബോസ് വീടിൻ്റെ പുറത്തു പോയിരിക്കുന്നു. മോഹൻലാലിൻ്റെ എപ്പിസോഡിന് ശേഷം സിബിൻ ചേട്ടൻ വളരെ തകർന്നിരിക്കുകയായിരുന്നു. പുള്ളിയാകെ മെൻ്റലി ഡൗണായിപ്പോയി. എന്തൊക്കെയായിരുന്നു പുള്ളി. ആ ജാസ്മിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണമെന്നും അവളിവിടെ വാഴിക്കില്ല എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. ഇപ്പം ദേ മോഹൻലാലിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ആകെ ഡൗണായി കരയാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ക്യാമറ പേടിയാണെന്ന് പറയുന്നു. പിന്നെ ചേട്ടൻ ബിഗ് ബോസ് പറഞ്ഞതൊന്നും കേൾക്കത്തില്ല എന്ന് പറയുന്നു. മൈക്കെല്ലാം അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. എന്താണ് സിബിൻ ചേട്ടാ, നിങ്ങൾ എന്തൊരു നല്ല പ്ലെയർ ആയിരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണേ? ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? നോർമലി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അത് സ്വാഭാവികമാണ് സിബിൻ ചേട്ടാ. നമ്മൾ എന്തെങ്കിലും പോക്കിരിത്തരം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെളിയിൽ എന്തായാലും അറിയുമല്ലോ. അത് കണ്ടിട്ട് മോഹൻലാൽ ചേട്ടൻ വന്നിട്ട് നമ്മൾ എന്തായാലും നമ്മളെ റോസ്റ്റ് ചെയ്യും. അത് സ്വാഭാവികം. ചേട്ടന് മാത്രമൊന്നുമല്ലല്ലോ അവിടെ ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് ചെയ്തില്ല. എല്ലാവരും മോഹൻലാൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടനെ റോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ജാസ്മിനെ റോസ്റ്റ് ചെയ്തില്ലേ? പിന്നെ ചേട്ടൻ എന്തിനാ അങ്ങനെ മെൻ്റലി ഡൗൺ ആയത്? എന്ത് രസമായിരുന്നു. എല്ലാം പോയില്ലേ. ചേട്ടൻ അവിടെ ഒരു ഫയറായിരുന്നു. ചേട്ടൻ ഇങ്ങനെ ഡൗൺ ആണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത് രസമായിരുന്നറിയോ? എല്ലാം പോയില്ലേ. ചേട്ടനും പോയി. നിങ്ങൾ ശരിക്കും പോവണ്ടായിരുന്നു. നിങ്ങൾ ഈ പുറത്തുനിന്ന് കളിയും കണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പരിപാടിയാന്ന് ഓർക്കണേ. ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. എപ്പോഴും ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാഭാവികമാണ്. മനുഷ്യന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ചുറ്റും ക്യാമറ വെച്ചുകൊണ്ട് വിചാരിച്ചിട്ട് ചേട്ടനും ദേഷ്യപ്പെട്ടു വിചാരിച്ചിട്ട് അതിന് മോഹൻലാൽ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് എന്തിനാന്ന്? വിഷമിക്കുന്നത് മാത്രം. നിങ്ങളിപ്പോൾ പുറത്തു പോയില്ലേ? ഇനിയിപ്പോൾ അവിടെ ആരാ ഉള്ളത്? ആരുമില്ല. ഒരംഗത്തിന് തെറ്റുപറ്റി ആരും ബിഗ് ബോസ് ഹൗസിലില്ല. ചേട്ടനാണെങ്കിൽ ഡൗണായിട്ട് പോവുകയും ചെയ്ത്. ഇത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ. പോരാത്തതിനും പൂജ ചേച്ചിക്ക് ഡിസ്കിന് ഉഴപ്പായിട്ട് പൂജ ചേച്ചിയും പോയി. പിന്നെ ഉണ്ടായിരുന്നത് ആ ജാൻമണി ചേച്ചി ഉണ്ടായിരുന്നപ്പോഴും ഭയങ്കര രസമായിരുന്നു. ആ പുള്ളിക്കാരിയും പോയി. പൂജ ചേച്ചിക്ക് ഡിസ്കിന് വയ്യാന്ന് പറഞ്ഞിട്ട് അതും പോയി. നല്ല പ്ലെയേഴ്സൊക്കെ ഇതേ പോയിക്കൊണ്ടിരുന്നു. സിബിൻ ചേട്ടനാണെങ്കിൽ മെൻ്റലി ഡൗണായിട്ട് പോവുകയും ചെയ്തു. വളരെ കഷ്ടം തന്നെ, വളരെ കഷ്ടം. നിങ്ങൾ പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ. ചേട്ടന് ഇപ്പോൾ ഈ അടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, അത് ഹൗസിന് വെളിയിൽ വന്നിട്ട് ചേട്ടന് വീഡിയോ കാണുമ്പോൾ ചേട്ടനെ എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഇതൊക്കെ കാണുമ്പോൾ ചേട്ടന് പിന്നെ അവിടുന്ന് വരണ്ടായിരുന്നു ഒരു തോന്നലുണ്ടാവും. സ്വാഭാവികം. ചേട്ടൻ കാണിച്ച ആ ഒരു ഇത് തെറ്റാണെങ്കിൽ കൂടെ, പക്ഷെ എന്നാലും അത്ര ഡൗൺ ആവേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. വെറുതെ ഹൗസിന് വെളിയിൽ വന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരുടെ അടി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതെന്തായി? ഇപ്പോൾ ആരുമില്ല. കഷ്ടമായിപ്പോയി. വെരി കഷ്ടം.